ഹായ് ഡിയേഴ്സ്, സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്നുള്ള ചാപ്റ്റർ പല ആൾക്കാരും കുറച്ച് ബുദ്ധിമുട്ട് പറയാറുണ്ട്. അതിൽ നിന്ന് ഈ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വരിക. ഇത് മാത്രം നോക്കിയാൽ മതി തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് ഏതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമ്പദ്ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്, ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണെന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമുണ്ട്, ലെസേ ഫെയർ തിയറി, അതെന്താണെന്ന് കൂടെ ചോദിക്കാം. ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എനിക്കൊന്ന് ഹാഫിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആഡം സ്മിത്ത് 1723 1790, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് ഇത്രയുള്ള ഒരു വെസ്റ്റേൺ തിങ്കറാണ്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ആധുനിക സാമ്പത്തികശാസ്ത്രത്തിന്റെ പിതാവ്. പക്ഷെ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ലെസേ ഫെയർ തിയറി എന്താണ്, ലെസേ ഫെയർ സിദ്ധാന്തം എന്താണ്? നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇത്രയുള്ള കാര്യം, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് മാർക്കറ്റിൽ കുറയ്ക്കണം. അതാണ് പുള്ളിക്കാരൻ ആദ്യമായിട്ട് പറയുന്നത്. സമ്പദ് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പറയില്ല, ഉൽപാദനം, വിതരണം ആൻഡ് ഉപഭോഗം, അതായത് കൺസംഷൻ, ആദ്യം പ്രൊഡക്ഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കൺസംഷൻ, ഈ മൂന്ന് കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് കുറയ്ക്കണം. അതാണ് പുള്ളിക്കാരൻ ലെസേ ഫെയർ സിദ്ധാന്തം പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് പരിമിതപ്പെടുത്തണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കണം. എന്തുണ്ടാക്കണം, എന്ത് കൺസ്യൂം ചെയ്യണം, എന്ത് മേടിക്കണം, അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇതാണ് ലെസേ ഫെയർ തിയറിയിലൂടെ പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ദാദാഭായ് നെവറോജിയെ കുറിച്ചാണ്. ദാദാഭായ് നെവറോജിയെ കുറിച്ചൊരു 1 മാർക്ക് ചോദ്യം ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഡ്രെയിൻ തിയറിയാണ്, ചോർച്ച സിദ്ധാന്തം. അത് ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നെവറോജിയാണ്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ വെൽത്ത് എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്, അതിനെക്കുറിച്ച് ചോർച്ച സിദ്ധാന്തത്തിലൂടെ ദാദാഭായ് നെവറോജിയുടെ കുറച്ച് കണ്ടെത്തലുകളുണ്ട്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യൻ വെൽത്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോയത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാരൊക്കെ ഹൈലി പെയ്ഡ് ആയിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നല്ല ശമ്പളം കൊടുത്തിരുന്നു, അതൊരു പ്രശ്നം. അടുത്തത്, ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ. അതായത് ബ്രിട്ടീഷ് എംപയർ വലിപ്പം കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടി, വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ വെൽത്ത് അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഇനിയുണ്ട് കാര്യങ്ങൾ. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് വെച്ചിട്ട് ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് ഗുഡ്സ് ആക്കി മാറ്റുക, അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുക. മനസ്സിലായിട്ടുണ്ടായിരിക്കും. പരുത്തി, കോട്ടൺ, അത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ചത് ഡ്രസ്സാക്കി മാറ്റുക, ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡ്രസ്സ് വിൽക്കുക. അപ്പോൾ ഇന്ത്യയെ ഒരു നമ്മൾ പറയില്ല ഊറ്റിയെടുക്കുന്ന പോലെ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി മാത്രം, റോ മെറ്റീരിയൽസിന് വേണ്ടി ഇന്ത്യനെ യൂസ് ചെയ്യുക, മാർക്കറ്റും ഇന്ത്യ എടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ വെൽത്ത് എവിടെ പോകും? ഇംഗ്ലണ്ടിലേക്ക് പോകും. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന റോ മെറ്റീരിയൽസിൻ്റെ വില വളരെ കുറവും തിരിച്ചു വരുന്ന പ്രൊഡക്റ്റിൻ്റെ വില വളരെ കൂടുതലുമായിരിക്കും. അങ്ങനെ ഇന്ത്യയുടെ വെൽത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. ദൂർത്തല്ല, കൊള്ള. ഇന്ത്യൻ ലേബേഴ്സ് ഒരു അടിമകളെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്, സ്ലേവ്സിനെ പോലെയായിരുന്നു ഇന്ത്യയുടെ ലേബേഴ്സിന്, ഇന്ത്യക്കാരായിട്ടുള്ള പണിക്കാരെ അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസിലും അതുപോലെ മൈനിങ്ങിലൊക്കെ ഉള്ളത്. മാത്രമല്ല, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മറ്റേത് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ അത് നേരെ എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യും? ഇംഗ്ലണ്ടിലേക്ക്, ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇന്ത്യയുടെ വെൽത്ത് ആര് കൊള്ളയടിച്ചത്? ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ, സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്നാണ്. ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ ഉള്ളത് ഇന്ന് രാത്രി 7:30 ലൈവിൽ വരണം കേട്ടോ. എല്ലാവരും വരണം, മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിക്കോ. ഇതല്ലാതെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ആ ലൈവും നാളെ രാവിലത്തെ ലൈവും കൂടെ മാത്രം കണ്ടാൽ പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒന്നുകൊണ്ട് പേടിക്കണം, ഞാനും അച്ഛൻ സാറും വെയിറ്റിംഗ് ആയിരിക്കും, ഏതു സാറും ഉണ്ടായിരിക്കും. സെറ്റാണ് കേട്ടോ. യെസ്, അതിൽ ആദ്യത്തത് അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ. എംഫസിസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് കുടിൽ വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർമേഷൻ ആറ്റ് എക്കണോമി ബിൽറ്റ് ഓൺ ഈക്വാലിറ്റി, സമത്വം വേണം, എല്ലാവർക്കും ഇക്വാലിറ്റി വേണം, സമത്വം വേണം. സമത്വത്തിൽ ഉടിയർച്ചൊരു സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉണ്ടാവണം. സെൽഫ് സഫിഷ്യന്റ് ആൻഡ് സെൽഫ് റിലയന്റ് ലോക്കൽ എക്കണോമി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമാവണം. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, മറ്റ് രാജ്യങ്ങളെയോ മറ്റ് സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കാൻ പാടില്ല, നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞ് 99% ഉറപ്പ് എനിക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്നുള്ളത്. ഇനി ഒരിക്കലും നിങ്ങൾ മടി കൂടാതെ ഇങ്ങോട്ട് കയറി വരാൻ മടിക്കാൻ പാടില്ല, നേരെ ഏകനിലേക്ക് ഇങ്ങോട്ട് പോരുക. നമുക്ക് രാത്രി 7:30 സെറ്റാക്കാം, ബാക്കി കഥകൾ അവിടെ. താങ്ക് യു, ബൈ.